ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ നിയമങ്ങൾ മാത്രം പോരാ, എല്ലാവരും മനുഷ്യരാവുകയും വേണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ കെ ബൈജുനാഥ്. കോഴിക്കോട് ജില്ലാ റോൾബോൾ അസോസിയേഷൻ റോൾബോൾ ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട്ട്. ശവസംസ്കാരത്തിന് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ബ്ലോവറിന്റെ പാറ്റന്റ് കരസ്ഥമാക്കി ഐവർമഠം കൃഷ്ണപ്രസാദ്. മഴയാത്രയുടെ അനുബന്ധ പരിപാടി മഴവര ചാത്തൻകോട്ട് നട എ.ജെ. ജോൺസൺ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ നിയമങ്ങൾ മാത്രം പോരാ, എല്ലാവരും മനുഷ്യരാവുകയും വേണമെന്ന് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ കെ ബൈജുനാഥ്. ഓൾ കേരള ആന്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ സ്ഥാപക ദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2006 ഓൾ കേരള ആന്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ രൂപീകൃതമായത്. ഐസക് വർഗീസിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടനയുടെ 18ാമത് സ്ഥാപക ദിനാഘോഷങ്ങളാണ് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നത്. കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ബൈജുനാഥ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ നിയമങ്ങൾ മാത്രം പോരാ, എല്ലാവരും മനുഷ്യരാവുകയും വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മളെ പ്രകൃതിയെ നമ്മൾ കൊല്ലുന്നത്? എന്തുകൊണ്ടാണ് പുഴകളെ നമ്മൾ ഇല്ലാതാക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ മനുഷ്യൻ വെട്ടിക്കൊല്ലുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ സഹജീവികളുടെ കണ്ണീര് കാണാതായി പോകുന്നത്? അങ്ങനെ എല്ലാം ഇതൊക്കെ മനുഷ്യാവകാശ ലംഘനങ്ങളാണ്. നമ്മുടെ ജീവിക്കാനുള്ള അവകാശമാണ് ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? ഒറ്റ ഉത്തരമേ ഉള്ളൂ. മനുഷ്യാവകാശം സംരക്ഷിക്കാൻ നിയമങ്ങളും സംവിധാനങ്ങളും മാത്രം പോരാ. മനുഷ്യാവകാശം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ മനുഷ്യരാവണം. കാരണം ഒരു മനുഷ്യന് മാത്രമേ മറ്റൊരു മനുഷ്യന്റെ അവകാശത്തെ, അവന്റെ വിഷമത്തെ, വേദനയെ തിരിച്ചറിയാൻ പറ്റും. കാരണം നമുക്ക് റോഡുകളില്ല, നല്ല വെള്ളമില്ല, നല്ല വായുവില്ല. ഇതിനൊക്കെ കാരണം എന്താ? ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവരൊന്നും പൂർണ്ണമായി മനുഷ്യരായിരുന്നില്ല എന്നുള്ളതാണ്. സംസ്ഥാന അധ്യക്ഷൻ ഐസക് വർഗീസ് പതാക ഉയർത്തിയതോടെ പരിപാടികൾക്ക് തുടക്കമായി. ചടങ്ങിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും 102 വയസ്സ് പൂർത്തീകരിക്കുകയും ചെയ്ത പൊതുപ്രവർത്തകൻ സോഷ്യോ വാസുവിനെയും പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെയും ആദരിച്ചു. വിജിലൻസ് ഡിവൈഎസ്പി ഇ സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഷെറീന ഷെറിൻ, ജിമ്മി ജോർജ്, അഡ്വക്കേറ്റ് മിനി ദിനേശ്, ശൈലേഷ്, കെ എം എ നാസർ, കൈസ് അഹമ്മദ് തുടങ്ങിയവരും പരിപാടിയിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശവസംസ്കാരത്തിന് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ബ്ലോവറിന്റെ കണ്ടുപിടുത്തത്തിന് ക്രിമേഷൻ ബൈ ബ്ലോവർ ടെക്നിക് എന്ന പാറ്റന്റ് ലഭിച്ചതായി ഐവർമഠം കൃഷ്ണപ്രസാദ് അറിയിച്ചു. ഈ രീതി ഉപയോഗിച്ച് കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശവസംസ്കാരം നടന്നു വരുന്നുണ്ട്. പരിസര മലിനീകരണവും കുറഞ്ഞ ചെലവും കുറഞ്ഞ സ്ഥലവും ഉപയോഗിക്കാമെന്നതാണ് ഇതിന്റെ സവിശേഷത. ഇത് ആ കത്തുന്ന എങ്ങനെ നമ്മളെ ഏറ്റവും അടിഭാഗത്ത് നിന്നാണ് നമ്മളിതിന് എയർ അടിച്ചു കൊടുക്കുന്നത്. അതിന്റെ കൂടെ ഒരു ഗ്യാസിന്റെ പൈപ്പും വയ്ക്കും. തീ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസിന്റെ പൈപ്പ് റിമൂവ് ചെയ്യും. എന്നതിന് ശേഷം ഈ ആണി കത്തുന്നത് കൊണ്ട് യാതൊരുവിധ സ്മെല്ലും വരില്ല. അതിന് ഒരു എക്സാമ്പിള്, നമ്മൾ വീട്ടിനകത്ത് ഒരു നിലവിളക്ക് കത്തുന്നുണ്ടെങ്കിൽ ആ വിളക്ക് കത്തുമ്പോൾ നമുക്ക് സ്മെല്ല് വരുന്നില്ല. പക്ഷെ അത് പടുതിരി കത്തുമ്പോൾ ആ ഒരു വീട് മുഴുവൻ, പറയാൻ ചെറിയൊരു തിരിയാണെങ്കിലും ആ ഒരു വീട് മുഴുവൻ അതിന്റെ സ്മെല്ല് വരുന്നുണ്ട്. അത് കത്താതിരിക്കുമ്പോൾ അതേമാതിരിയാണ് മൃതശരീരം കത്താതിരിക്കുമ്പോൾ ആ നാട് മുഴുവൻ സ്മെല്ല് വരും. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ കത്തിക്കാനുള്ള ആ ഒരു ടെക്നിക്കാണ് നമ്മളത് കണ്ടുപിടിച്ചത്.
ആ കണ്ടുപിടിച്ചതിനുള്ള പാറ്റന്റാണ് ഇപ്പോൾ ഞാൻ തന്നത്. അതിന് ക്രിമേഷൻ ബൈ ബ്ലോവർ ടെക്നിക്ക് എന്നാണ് അതിന് പേരുള്ളത്. പിന്നെ നമുക്ക് ഇതിന് കോപ്പി റൈറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ബ്ലോവർ ഗ്യാസ് ഉപയോഗിച്ചുള്ള ശവസംസ്കാരത്തിനുള്ള കോപ്പി റൈറ്റും ഐവർമഠം കൃഷ്ണപ്രസാദ് വാര്യർക്ക് ലഭിച്ചിട്ടുണ്ട്. ബ്ലോവർ ഗ്യാസ് ഉപയോഗിച്ചുള്ള ശവദാഹം ചുരുങ്ങിയ ചെലവിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തു തീർക്കാനാകുമെന്നും കേരളത്തിൽ എല്ലായിടത്തും ഈ സേവനം വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിരവധി ഉപകരണങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള കൃഷ്ണപ്രസാദ് ശവസംസ്കാരത്തിനുള്ള ബ്ലോവറും കുറഞ്ഞ ചെലവിൽ സ്വന്തമായി നിർമ്മിക്കുകയാണ്. പാമ്പാടി ഐവർമഠം സർവീസസിന്റെ പ്രൊപ്പറേറ്ററാണ് PV കൃഷ്ണപ്രസാദ് വാര്യർ. എൻ്റെ സ്ഥാപനത്തില് വർഷങ്ങളായി ജോലി ചെയ്യുന്ന ചില സ്റ്റാഫുകൾ തനിയെ വിട്ടുപോയിട്ട് തനിയെ ഐവർമഠം എന്നുള്ള പേരിൽ പല ഭാഗത്തൊക്കെ ചെയ്യുന്നുണ്ട്. അത് എൻ്റെ അറിവോ സമ്മതമോ കൂടിയിട്ട് ചെയ്യുന്നതല്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ജില്ലാ റോൾ ബോൾ അസോസിയേഷൻ റോൾ ബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. അണ്ടർ 17 ബോയ്സ് ജൂനിയർ വിഭാഗത്തിൽ മെഡിക്കൽ കോളേജ് ഫോർട്ട് റോളർ സ്പോർട്സ് ക്ലബ്ബ് ജേതാക്കളായി. ബാസ്കറ്റ്ബോൾ, ഹാൻഡ്ബോൾ, റോളർ സ്കേറ്റിംഗ് എന്നിവ കൂടിച്ചേർന്ന ഗെയിമാണ് റോൾ ബോൾ. 2003 പൂനെയിൽ ആരംഭിച്ച ഈ ഗെയിം 2019 സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരം ലഭിച്ചത്. 6 വേൾഡ് കപ്പിൽ 4 തവണ ഇന്ത്യ ചാമ്പ്യന്മാരായി. 2011 വേൾഡ് കപ്പിൽ കോഴിക്കോട് സ്വദേശി ദീക്ഷിത് ഡി പാലേച്ച സിൽവർ മെഡൽ നേടിയിരുന്നു. പന്തീരങ്കാവ് ദി ഓക്സ്ഫോർഡ് സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു ഇത്തവണത്തെ ജില്ലാതല മത്സരം. 9 ക്ലബ്ബുകളിൽ നിന്നായി 169 പേർ മത്സരിക്കാനെത്തി. അണ്ടർ 17 ബോയ്സ് ജൂനിയർ വിഭാഗത്തിൽ മെഡിക്കൽ കോളേജ് ഫോർട്ട് റോളർ സ്പോർട്സ് ക്ലബ്ബ് ജേതാക്കളായി. ബീച്ച് റോൾ ബോൾ ക്ലബ്ബ് റണ്ണേഴ്സ് അപ്പും നേടി. കുട്ടികൾക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് ജില്ലാ സെക്രട്ടറി ദീവേഷ് ഡി പാലേച്ച പറഞ്ഞു. 3 ഗെയിം ഇൻക്ലൂഡ് ആയിട്ടാണ് ഈ റോൾ ബോൾ. അതിൻ്റെ എല്ലാ ഗെയിമിൻ്റെ ഓരോരോ ഗുണങ്ങൾ ഈ ഗെയിമിന് കിട്ടിയിട്ടുണ്ട്. ആ രീതിയിലാണ് കുട്ടികളും അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അവരുടെ ഡെയിലി ലൈഫിനെ വരെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അവരെ പഠിത്തത്തിലും ഇത് നല്ല ഉപകാരമാണ്. അതേപോലെ സ്പോർട്സ് കൗൺസിൽ അംഗീകാരമുള്ള ഗെയിമാണ്. കുട്ടികൾക്ക് മാർക്സിനും ഹെൽപ്ഫുൾ ചെയ്യുന്നുണ്ട്. അതേപോലെ അഡ്മിഷൻസ്. വിജയികൾക്ക് മെഡൽ ജില്ലാ സെക്രട്ടറി ദീവേഷ് ഡി പാലേച്ച വിതരണം ചെയ്തു. സംസ്ഥാന നിരീക്ഷകൻ PK രാജേന്ദ്രൻ, ദീക്ഷിത് ഡി പാലേച്ച എന്നിവർ സംബന്ധിച്ചു. ഒഫീഷ്യൽസ് എഫ്രൈം, കോശി ജോൺ, ദേവൻ നാരായണൻ എന്നിവർ മത്സരം നിയന്ത്രിച്ചു. മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾ ആഗസ്റ്റിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കും. സീനിയർ ബോയ്സ്, ജൂനിയർ ഗേൾസ് എന്നീ വിഭാഗങ്ങൾ ഓപ്പൺ സെലക്ഷനിൽ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മഴയാത്രയുടെ അനുബന്ധ പരിപാടിയായ മഴവര ചാത്തൻകോട്ടനട AJ ജോൺ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഫാദർ സിജോ എടക്കരാട്ട് ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 23 നടക്കുന്ന പരിസ്ഥിതി വിദ്യാഭ്യാസ പദ്ധതിയായ സേവിന്റെ മഴയാത്രയുടെ അനുബന്ധ പരിപാടിയായ മഴവര ചാത്തൻകോട്ട് നട AJ ജോൺ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ചിത്രകാരനും സ്കൂൾ മാനേജറുമായ റവറൻ ഫാദർ സിജോ എടക്കറോട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അത് ഇനി വളർന്നു വരുന്ന തലമുറയ്ക്ക് ഊർജം പകരാനാണ്. ഇവർക്ക് ഇന്നിവിടെ വരാതെ ഇവരുടെ തന്നെ പ്രവർത്തനങ്ങളിലും മറ്റൊക്കെ ആയിട്ട് വ്യാപരിക്കാമായിരുന്നു. പക്ഷേ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കഴിവും ഊർജവും പ്രകൃതിയോടുള്ള സ്നേഹവും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തോടുള്ള അധിനിവേശവും അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാതെ പുതുതായിട്ട് ചേരുന്ന കുട്ടികൾക്കും പുതുതായിട്ടുള്ള കലാകാരന്മാർക്കും പ്രചോദനം നൽകുവാനായിട്ട് അവിടെ കഴിവുകളെ പ്രദർശിപ്പിക്കുവാനായിട്ട് ഇന്ന് ഇവിടെ വേദി ഞങ്ങൾ സമർപ്പിക്കുക. ചെയർമാൻ ശ്രീനി പാലേരി അധ്യക്ഷനായി.
റഹ്മാൻ കൊഴുക്കല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി. സേവ് ചെയർമാൻ E.K. സുരേഷ് കുമാർ മൊമന്റോകളും പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ സാക്ഷ്യപത്രങ്ങളും വിതരണം ചെയ്തു. ZA സൽമാൻ മഴയാത്ര വിശദീകരണം നടത്തി. സ്വാഗത സംഘം ജനറൽ കൺവീനർ ഹാഫിസ് വലിയ പറമ്പത്ത്, കൺവീനർ VP അബ്ദുൽ ലത്തീഫ്, ട്രഷറർ M. ഷഫീഖ്, സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു മൈക്കൽ, ഹെഡ് മിസ്ട്രസ് ജയ ജേക്കബ്, PTA പ്രസിഡന്റ് VP നിനീഷ്, ചുരം സംരക്ഷണ സമിതി കൺവീനർ VP റിനീഷ്, സിനോജ് ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. 15 ചിത്രകലാ അധ്യാപകരും 50-ലേറെ വിദ്യാർത്ഥികളും പ്രകൃതി ദൃശ്യങ്ങൾ ക്യാൻവാസിൽ പകർത്തി. ഇവ പിന്നീട് ലേലം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ, വേൾഡ് മലയാളി ഫെഡറേഷൻ, അലയൻസ് ഇന്റർനാഷണൽ, ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കുറ്റ്യാടി ബ്രാഞ്ച്, ചുരം ഡിവിഷൻ ഹെൽപ്പ് കെയർ കുറ്റ്യാടി, JCI കുറ്റ്യാടി ടൗൺ, മയ്യഴിപ്പുഴ സംരക്ഷണ സമിതി എന്നീ സംഘടനകളുമായി ചേർന്നാണ് ഇത്തവണ മഴയാത്ര നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും മലിനമായ പുഴയായി കല്ലായിപ്പുഴ മാറിയെന്ന പഠന റിപ്പോർട്ടുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. മുഴുവൻ മാലിന്യങ്ങളും പുഴയിലേക്ക് ഒഴുക്കിവിടുന്നവരും പുഴ കയ്യേറുന്നവരും കാലങ്ങളോളം പുഴ സംരക്ഷണ പദ്ധതികൾ നടപ്പാക്കാത്തവരുമാണ് കല്ലായിപ്പുഴയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം. വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് പരിശോധിച്ച് മലിനീകരണ തോത് കണക്കാക്കുന്ന ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് നിരക്ക് കല്ലായിപ്പുഴയിൽ ലിറ്ററിൽ 12.8 മില്ലിഗ്രാം വരെയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അനുവദനീയ പരിധി 3 മില്ലിഗ്രാം മാത്രമാണ്. വിസർജ്യത്തിന്റെ തോതും കല്ലായിപ്പുഴയിൽ അനുവദനീയമായ പരിധിക്കും അപ്പുറത്താണ്. കല്ലായിപ്പുഴയിൽ 2022-ൽ അനുവദനീയ പരിധിയിലായിരുന്ന BOD തോത് ഒരു വർഷം കൊണ്ട് 4 ഇരട്ടിയിലേറെ വർദ്ധിച്ചു. അതേസമയം FC കൗണ്ട് 2022-നെ അപേക്ഷിച്ച് 2023-ൽ കുറഞ്ഞു. നഗരത്തിലൂടെ ആകെയുള്ള പുഴയാണ് കല്ലായിപ്പുഴ. ഈ പുഴയാണ് നഗരത്തിന്റെ സകല മാലിന്യങ്ങളും അറബിക്കടലിലേക്ക് ഒഴുക്കുന്നത്. കല്ലായിപ്പുഴയിൽ 2 മീറ്റർ ഉയരത്തിലും 3 കിലോമീറ്റർ നീളത്തിലും ചളി അടിഞ്ഞുകിടക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഈ ചളി നീക്കുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ടിലേറെയായി. ഇതുവരെയും ഒരു പാട്ട ചളി പോലും നദിയിൽ നിന്നും നീക്കിയിട്ടില്ല. ഇറിഗേഷൻ വകുപ്പ് ആചാരം പോലെ എല്ലാ വർഷവും കരാർ വിളിക്കുന്നുണ്ട്. ഇതുവരെയും 6 തവണ ടെൻഡർ വിളിച്ചു. കല്ലായിപ്പുഴയോരത്തെ കയ്യേറ്റങ്ങൾ കണ്ടെത്തി ജണ്ടകൾ സ്ഥാപിച്ചെങ്കിലും പലരും സൗകര്യപൂർവ്വം ജണ്ടകൾക്ക് മുകളിലൂടെ മതിലുകൾ കെട്ടി. ചിലർ ജണ്ട അസ്ഥിവാരമാക്കി അതിനു മുകളിൽ കെട്ടിടമുണ്ടാക്കി. പുഴയുടെ വീതി കുറഞ്ഞു, ഒഴുക്കും കുറഞ്ഞു. ഇതാണ് പുഴയെ നാശത്തിലേക്ക് നയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലയൺസ് ക്ലബ്ബ് കാലിക്കറ്റ് ഗാർണറ്റിന്റെ 2024-25 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം കോഴിക്കോട്ട് നടന്നു. ലയൺസ് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ വിനീഷ് വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318E റീജിയൻ 18-1ന്റെ കീഴിലുള്ള ലയൺസ് ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് ഗാർണറ്റിന്റെ 2024-25 വർഷത്തേക്കുള്ള പ്രസിഡന്റായി AK ഗോപാലനും സെക്രട്ടറിയായി C ലിജീഷും ട്രഷററായി രമേശ് KPയും സ്ഥാനമേറ്റു. സ്ഥാനാരോഹണ ചടങ്ങുകൾ വിനീഷ് വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു. ഏത് പ്രസ്ഥാനം മുന്നോട്ട് പോകണമെങ്കിലും നമ്മൾ കൂടുതൽ സേവനം ചെയ്യണമെങ്കിലും കൂടുതൽ ആളുകൾ വേണം. ഇപ്പോഴും ആളുകളാണ് നമ്മളെ ശക്തി. ഒരാൾ ഒറ്റയ്ക്ക് എത്ര കഴിവുള്ള ആളാണെങ്കിലും അയാൾക്ക് ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. ന്യൂ മെമ്പേഴ്സിൽ നിന്നും നമ്മൾ 4 ന്യൂ മെമ്പേഴ്സിനെ എടുക്കുന്നു. പുതിയ ആളുകൾ നമുക്ക് വരുമ്പോൾ പുതിയ ആശയങ്ങൾ ഉണ്ടാവും, പുതിയ എനർജി ഉണ്ടാവും, പുതിയ എന്തൂസിയാസം ഉണ്ടാവും. അപ്പൊ അതുവഴി ആ പർട്ടിക്കുലർ ക്ലബ്ബ് നമ്മുടെ പ്രസ്ഥാനം മൊത്തത്തിലും വളരും. കൂടുതൽ സേവനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. കൂടുതൽ സേവനങ്ങൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ അംഗങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്. കാരണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് എല്ലാവർക്കും എപ്പോഴും നല്ലതിന്റെ കൂടെ നിൽക്കാനാണ് താല്പര്യം. അപ്പൊ ആര് നന്മ ചെയ്യുന്നു, നമ്മളെത്ര നന്മ ചെയ്യുന്നു, നമ്മളെത്ര തിന്മ ചെയ്യുന്നു എന്നുള്ളത് വേറെ പ്രശ്നം. പക്ഷെ നന്മ ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറയാനും അവരുടെ കൂടെ നിൽക്കാനും ഒക്കെ നമ്മൾക്കൊക്കെ എല്ലാ മനുഷ്യർക്കും താല്പര്യമാണ്. ചടങ്ങിൽ വിവിധ രംഗങ്ങളിൽ വിജയം കൈവരിച്ചവരെയും ആദരിച്ചു. ചീഫ് അസോസിയേറ്റ് അഡ്വൈസർ E അനിരുദ്ധൻ, GET കോർഡിനേറ്റർ വിശോബ് പനങ്ങാട്, ഡിസ്ട്രിക്ട് സെക്രട്ടറി കൃഷ്ണനുണ്ണി രാജ, റീജിയൻ ചെയർപേഴ്സൺ അനൂപ് കോവിൽ, സോൺ ചെയർപേഴ്സൺ മാത്യു ചെമ്പോട്ടിൽ, അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി കളത്തിൽ സുനിൽ കുമാർ,
ജോയിന്റ് ക്യാബിനറ്റ് സെക്രട്ടറി സുധീർ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കലാപരിപാടികളും സ്വീകരണ പരിപാടികളുമായി പ്രൊഫഷണൽ പ്രോഗ്രാം ഓർഗനൈസേഴ്സിന്റെ ഉത്തരമേഖലാ സമ്മേളനം. സിനിമാ നാടക പ്രവർത്തകർ പങ്കെടുത്ത പരിപാടി അജിത നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. കേരള പ്രൊഫഷണൽ പ്രോഗ്രാം ഓർഗനൈസേഴ്സ് ഉത്തരമേഖലാ സമ്മേളനം കോഴിക്കോട് ശിക്ഷക് സദൻ ഹാളിൽ നടന്നു. പ്രശസ്ത നാടക സിനിമാ പ്രവർത്തക അജിത നമ്പ്യാർ ഉദ്ഘാടനം നിർവഹിച്ചു. കലാകാരന് വേണ്ടി വാദിക്കാൻ, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയെടുക്കാൻ ഇത്തരം ഒരു സംഘടന നമുക്ക് ഏത് സംഘടനയായാലും നമ്മുടെയൊക്കെ ആദ്യം അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം കലാകാരന്റെ ക്ഷേമമാണ്. അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള കലയെ സ്നേഹിക്കുന്നവർക്കുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യവും ഈ ഒരു ക്ഷേമം തന്നെയാണ്. ആ ക്ഷേമം നിറവേറ്റിയെടുക്കൽ തന്നെയാണ് ഈ ഒരു സംഘടനയ്ക്ക് വേണ്ടത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ചടങ്ങിൽ കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ അവാർഡ് നേടിയ നാടക പ്രവർത്തകൻ പൗർണമി ശങ്കരന് ഉപഹാരം നൽകി ആദരിച്ചു. ഇപ്പോഴും ഞാൻ നാടകത്തിൽ തന്നെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ 73 വയസ്സായിരുന്നു. അത് നാടകത്തോടുള്ള ഭ്രമം, നാടകത്തോടുള്ള ഇഷ്ടം തന്നെയാണ്. ഈ വർഷം ഞാൻ ചെയ്ത നാടകം അമ്മ മഴക്കാർ. ആ നാടകം തികച്ചും ഒരു കോമഡിക്ക് വേണ്ടി പറയല്ല, തികച്ചും ചെറുപ്പക്കാരാണ് അതിനുള്ള കഥാപാത്രങ്ങളുണ്ട്. മേഖലാ പ്രസിഡന്റ് ജിതേഷ് അരീക്കൽ അധ്യക്ഷനായിരുന്നു. ഡ്രാമ ചേംബർ അംഗം മുരളി KLS, സംസ്ഥാന കമ്മിറ്റി അംഗം ബാബുരാജ് കൽപ്പത്തൂർ തുടങ്ങിയവരും സംസാരിച്ചു. പുതിയ അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണം സംസ്ഥാന രക്ഷാധികാരി രാജൻ തിരുവാങ്കുളം നിർവഹിച്ചു. മേഖലാ കൺവീനർ മുരളീധരൻ പറയഞ്ചേരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി ദിവീൻ കുമാർ, ട്രഷറർ രവീന്ദ്രൻ ചീക്കിലോട് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മനുഷ്യർ പരസ്പരം ആശ്വസിപ്പിക്കുന്ന കൗൺസിലർമാരാകണമെന്ന് പോക്സോ കോടതി ജഡ്ജ് MP ഷൈജൽ റോട്ടറി കാലിക്കറ്റ് സൈബർ സിറ്റിയുടെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹോട്ടൽ ഹൈലൈറ്റ് പാർക്കിലായിരുന്നു 11ാമത് റോട്ടറി കാലിക്കറ്റ് സൈബർ സിറ്റി ഭാരവാഹികൾ സ്ഥാനമേറ്റത്. 2024-25 വർഷത്തെ പ്രസിഡന്റ് സക്കീർ ഹുസൈൻ മുല്ലവീട്ടിൽ, സെക്രട്ടറി നബീൽ V ബഷീർ, ട്രഷറർ KK അബ്ദുൽ വഹാബ് ഉൾപ്പെട്ട ഭരണസമിതിയാണ് ചുമതലയേറ്റത്. പോക്സോ കോടതി ജഡ്ജി MP ഷൈജൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സേവനത്തിൽ റോട്ടറി ക്ലബിന്റെ പങ്ക് ഏറെ വലുതാണെന്നും മനുഷ്യർ പരസ്പരം ആശ്വസിപ്പിക്കുന്ന കൗൺസിലർമാരാകണമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ ഓരോരുത്തരും എല്ലാവർക്കും ടെൻഷനാണ്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും കൗൺസിലേഴ്സ് ആയിട്ട് മാറണം. ഞാൻ പറഞ്ഞില്ലേ, ഈ പത്രക്കാരൻ ഇങ്ങനെ പത്രം നനഞ്ഞു പോകുമ്പോൾ സാരല്ല മോനെ എന്ന് പറയണം. പത്രക്കാരൻ സൈക്കിളിൽ താഴെ വീഴുമ്പോ ഒന്ന് കൈ പിടിച്ചിട്ട് ഉയർത്തണം. നമ്മൾ കൗൺസിൽ ചെയ്ത് സെർവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോ റോട്ടറിയെ പോലെയുള്ള സംഘടനകൾ അത്താണിയായിട്ട് ജനങ്ങൾക്ക് മാറും. KV സവീഷ് അധ്യക്ഷനായി. PDG ശ്രീധരൻ നമ്പ്യാർ, IPDG ഡോക്ടർ സേതു ശിവശങ്കർ, സോണൽ കോർഡിനേറ്റർ ക്യാപ്റ്റൻ K ഹരിദാസ്, അസിസ്റ്റന്റ് ഗവർണർ ഹർഷാദ് M ഷാ, അലോക് കുമാർ സാബു, ചാർട്ടർ പ്രസിഡന്റ് TC അഹമ്മദ്, മെഹറൂഫ് മണലൊടി, മുഹമ്മദ് ഉണ്ണി ഒളകര, GGR അബ്ദുൽ ജലീൽ ഇടത്തിൽ, ജുവാന ജാസ്മിൻ, സന്നാഫ് പാലക്കണ്ടി, MM ഷാജി, ഷുക്കൂർ കിനാലൂർ, AM ആഷിഖ്, അബ്ദുൽ സലാം ബാബ, സരിത റിജു തുടങ്ങിയവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് ഗുണകരമാകുമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ യോഗം വിലയിരുത്തി. നിർദ്ദിഷ്ട UAE കേരള യാത്രാ കപ്പൽ സർവീസുമായി ബന്ധപ്പെട്ട് MDCയുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ ഉറപ്പു നൽകിയതായും ഭാരവാഹികൾ അറിയിച്ചു.
നമ്മൾ കൊടുത്ത 12 നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട തുറമുഖ മന്ത്രി ശ്രീ വാസൻ സാറും അതുപോലെ മാരിടൈം ബോർഡ് ചെയർമാൻ ശ്രീ NS പിള്ളയും അനുബന്ധ ഉദ്യോഗസ്ഥരെല്ലാം അത് അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓണത്തിന് മുമ്പ് തന്നെ ആരംഭിക്കാനുള്ള അഭ്യർത്ഥന പരിഗണിക്കാമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ബന്ധപ്പെട്ടവർ നമ്മളോട് അനുകൂല നിലപാടും അറിയിക്കുന്നുണ്ട്. ഇത് സാധാരണക്കാരുടെ യാത്രാ നിരക്ക് കുറയ്ക്കാൻ ഉപകരിക്കുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി, മാരിടൈം ബോർഡ് ചെയർമാൻ എന്നിവർ മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ അറിയിച്ചു. MDC പ്രസിഡന്റ് ഷവലിയാർ C. ചാക്കുണ്ണി, ഭാരവാഹികളായ A. ശിവശങ്കരൻ, അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, MV കുഞ്ഞാമു എന്നിവരാണ് തിരുവനന്തപുരത്ത് വെച്ച് നിവേദനം സമർപ്പിച്ച് ചർച്ച നടത്തിയത്. യോഗത്തിൽ MDC പ്രസിഡന്റ് ഷവലിയാർ C. ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബേബി കിഴക്കേ ഭാഗം മുഖ്യപ്രഭാഷണം നടത്തി. രക്ഷാധികാരി A. ശിവശങ്കരൻ, കുന്നോത്ത് അബൂബക്കർ, PI അജയൻ, വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് TP വാസു, മധുജിത്ത് കേലാട്ട്, ജോസി V. ചുങ്കത്ത്, MC ജോൺസൺ, നോവക്സ് മൻസൂർ, CC മനോജ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് മെഡിക്കൽ സയൻസ്, ജാമി അതുത്യബിന്ന ബവി ട്രസ്റ്റ് എന്നിവയുടെ 1 വർഷം നീളുന്ന സിൽവർ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം 20 രാവിലെ 11 ഗാന്ധിഗൃഹം ഹാളിൽ MK രാഘവൻ MP നിർവഹിക്കും. പ്രവാചക വൈദ്യം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തും. ഫോട്ടോ പ്രദർശനം, പുസ്തക പ്രകാശനം എന്നിവ ഉണ്ടാകുമെന്ന് ഭാരവാഹികളായ ഡോക്ടർ K. ദുഷ്യന്തൻ, ഡോക്ടർ ഷാഫി അബ്ദുള്ള സുഹൂരി, നൌഷാദ് സൈനി എന്നിവർ പറഞ്ഞു. കോഴിക്കോട് കോട്ടപ്പറമ്പ് റോഡിലെ 3 ഇലക്ട്രോണിക് കടകൾ കുത്തിത്തുറന്ന് പണവും മൊബൈൽ ഫോണും കവർന്ന സംഭവത്തിന് കസബ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊടുവള്ളി സ്വദേശി കളരാന്തിരി സക്കറിയയെ പിടിയിലായത്. ഇയാൾക്കെതിരെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ 100-ലേറെ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. രാത്രിയിൽ നഗരത്തിലെത്തി പുലർച്ചെ മോഷണം നടത്തുന്നതാണ് ഇയാളുടെ രീതി. ഒരു സ്ഥലത്തെ ഒട്ടേറെ കടകളിൽ ഒരേ സമയം മോഷണം നടത്തും. നഗരത്തിലെ 19 CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത്. കോഴിക്കോട്ടെ മോഷണത്തിന് ശേഷം വയനാട് ജില്ലയിലേക്ക് കടന്ന പ്രതിയെ സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. 3 കടകളിൽ നിന്നായി 43,000 രൂപയും മൊബൈൽ ഫോണുമാണ് നഷ്ടപ്പെട്ടത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകൾ ഉൾപ്പെടുന്ന 318 ലയൺസ് ഇന്റർനാഷണൽ ക്ലബ്ബ് ഗ്രാമീണ മേഖലയിൽ നിർധനരായ 50 കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകും. ഗ്രാമങ്ങളിലെ 150 സ്കൂളുകളിൽ ശുദ്ധജലം എത്തിക്കും. ലയൺസ് ക്യാബിനറ്റ് ഓഫീസർമാരുടെ സ്ഥാനാരോഹണം 14 കണ്ണൂർ ലെക്സോട്ടിക്ക ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും. മുൻ ഇന്റർനാഷണൽ ഡയറക്ടർ വിജയകുമാർ രാജു ഉദ്ഘാടനം ചെയ്യും. 10,000 സന്നദ്ധ പ്രവർത്തനങ്ങളാണ് ഈ വർഷം ഉദ്ദേശിക്കുന്നതെന്ന് ഡിസ്ട്രിക്ട് ഗവർണർ KV രാമചന്ദ്രൻ, ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി ഗംഗാധരൻ, ക്യാബിനറ്റ് ട്രഷറർ ചാക്കോസി ജോസഫ് എന്നിവർ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ നിയമങ്ങൾ മാത്രം പോരാ, എല്ലാവരും മനുഷ്യരാവുകയും വേണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ K. ബൈജുനാഥ്. കോഴിക്കോട് ജില്ലാ റോൾബോൾ അസോസിയേഷൻ റോൾബോൾ ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട്ട്. ശവസംസ്കാരത്തിന് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ബ്ലോവറിന്റെ പാറ്റന്റ് കരസ്ഥമാക്കി ഐവറമഠം കൃഷ്ണപ്രസാദ്. മഴയാത്രയുടെ അനുബന്ധ പരിപാടി മഴവര ചാത്തൻകോട്ട് നട AJ ജോൺസൺ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God, Chemanur International Jewelers.